ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഹൈലി വളറ്റൈലായിട്ടുള്ളതും അതുപോലെ വലിയ നഷ്ടം നേരിട്ടതുമായ ഒരാഴ്ചയായിരുന്നു. ഇന്ത്യ വിക്സ് ഉയർന്നിട്ട് 18-19 ലെവല് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തി ആദ്യമായിട്ട് 96 മുകളിലേക്ക് പോയതായിട്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിനാരിയോയിൽ FIAസിൻ്റെ സെല്ലിങ്ങും വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ മെയ് മാസം ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 24,000 കോടിയുടെ സെല്ലിംഗ് ആണ് FIs നടത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ആശ്വാസകരമായൊരു കാര്യം, അതിനേക്കാൾ കൂടുതൽ DIAs ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് വീക്ക് തികച്ചും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ട്രേഡിംഗ് സെഷനിൽ FIAs നെറ്റ് ബയേഴ്സ് ആയിരുന്നു. മെയ് 14 അവർ 187 കോടിയുടെ ബൈങ് നടത്തിയപ്പോൾ മെയ് 15 1329 കോടിയുടെ ബൈങ് നടത്തിയായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ US ഇറാൻ വിഷയം തന്നെയാണ്. അത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ബ്രണ്ട് ക്രൂഡിൻ്റെ വില $107 മുകളിൽ പോയിട്ട് ഇപ്പോൾ 109 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കൂടിയതോടെ ഇന്ത്യൻ മാർക്കറ്റും വലിയ തോതിലുള്ള സമ്മർദ്ദം നേരിട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡീസലിനും പെട്രോളിനും കഴിഞ്ഞ ആഴ്ച 3 രൂപ വില വർധനവ് നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നെഗറ്റീവ് ആകാൻ ഒരു കാരണമായിട്ടുണ്ട്. കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഫ്രൈഡേ നമ്മൾ കാണുന്നത് ഗ്ലോബൽ മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് US മാർക്കറ്റിലൊക്കെ വമ്പിച്ച ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അത് US മാർക്കറ്റിൽ ഒതുങ്ങി നിൽക്കാതെ ഏഷ്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ആ ഇടിവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെൽ ഓഫ് ഗ്ലോബലായിട്ട് നടക്കാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ചൈന US സമ്മിറ്റ്, അതിൽ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ് വെച്ച് പുലർത്തിയിരുന്നത്. എന്നാൽ മാർക്കറ്റ് പ്രതീക്ഷ അനുകൂലമായ വാർത്തകൾ ആ ചൈന സമ്മിറ്റിൽ നിന്ന് വരാത്തതും അതേപോലെ തന്നെ ഇറാൻ US വിഷയത്തിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള യാതൊരു ഡിസിഷനും ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും മൊത്തത്തിൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഡൗൺ ആവാൻ കാരണമായി. ഇപ്പോൾ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ആ ഒരു മീറ്റിങ്ങിൽ വലിയ കരാറുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അതിൻ്റെ അടിസ്ഥാനത്തിൽ US ടെക് സ്റ്റോക്കുകളും അതുപോലെ വിമാന കമ്പനികളുടെ സ്റ്റോക്കുകളും ഒക്കെ വമ്പിച്ച മുന്നേറ്റം നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് NVIDIA സ്റ്റോക്കിലുണ്ടായ വമ്പിച്ച തകർച്ചയാണ്. ഇപ്പോൾ ചൈനയിലേക്ക് അഡ്വാൻസ്ഡ് AI ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്നതിന് ചൈനീസ് ഭരണകൂടം പൂർണ്ണമായ അനുമതി നൽകാത്തത് NVIDIA സ്റ്റോക്കുകളിൽ 3.8% ഇടിയാൻ കാരണമായിട്ടുണ്ട്. അത് മൊത്തത്തിൽ IT സെക്ടറിലെയും സെമി കണ്ടക്ടർ സെക്ടറിലെയും ഒന്നടങ്കം താഴത്തേക്ക് വലിച്ചതായിട്ട് കാണാം. അതുപോലെ ബോയിങ് 200 വിമാനങ്ങളുടെ ഓർഡർ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് പ്രതീക്ഷിച്ചത് അതിന് വലിയൊരു ഓർഡറായിരുന്നു. എന്നാൽ ആ ഒരു മെഗാ ഓർഡർ നടക്കാതെ ഏകദേശം 200 വിമാനങ്ങളുടെ ഒരു ഓർഡറിൻ്റെ ഒരു എഗ്രിമെൻ്റാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മെയ് 15 ട്രംപ് നടത്തിയിട്ടുള്ള ഇറാൻ പ്രസംഗത്തിന് ശേഷം മാർക്കറ്റിൻ്റെ ആശങ്ക അത് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രണ്ട് ക്രൂഡ് ഇപ്പോൾ ഉയർന്നിട്ട് $109 എന്ന ഡോളറിനടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ എണ്ണവില ഇങ്ങനെ ഉയരുന്നത് അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുമെന്നും അത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇനിയും വൈകിപ്പിക്കുമെന്നും കുറച്ചുകൂടി എക്സ്ട്രീം കേസിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയും വലിയ തോതിലുള്ള ഭയമാണ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നിലവിൽ US ബോണ്ട് ഈൽഡ് ഉയർന്നത് സൂചിപ്പിക്കുന്നത് ഇക്വിറ്റി മാർക്കറ്റിനോടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. ഇപ്പോൾ ഡൗ ജോൺസ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഇടിഞ്ഞത് ഏകദേശം 1% കൂടുതലാണ്. അതുപോലെ S&P 500 1.24% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 1.54% ഡൗൺ ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ സിനാരിയോ മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിന് എതിരായിട്ടാണ് നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ ഇൻഡെക്സ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Nifty 50 2.2% ആണ് ലാസ്റ്റ് വീക്ക് ഡൗൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല റണ്ണപ്പ് കിടന്ന സ്മോൾ ക്യാപ് 250 മൈക്രോ ക്യാപ് 250 ഒക്കെ 3 മുതൽ 4% വരെയാണ് ഇടിഞ്ഞിട്ടുള്ളത്. അതുപോലെ സെക്ടർ വൈസ് മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച 2 സെക്ടർ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്, നിഫ്റ്റി ഫാർമയും അതുപോലെ നിഫ്റ്റി മെറ്റലും. ബാക്കിയുള്ള മേജർ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ മേജറായിട്ടുള്ള ഫോളോ നടന്നിട്ടുള്ള സെക്ടറുകൾ കാണുമ്പോൾ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി ഇവിടെയൊക്കെ വമ്പിച്ച തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിഫ്റ്റി റിയാലിറ്റി ഏകദേശം 8% താഴത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സെക്ടർ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. കാരണം ഇതിനു മുമ്പുള്ള ആഴ്ചകളിലൊക്കെ നല്ല മുന്നേറ്റം നടത്തിയത് നിഫ്റ്റി റിയാലിറ്റിയാണ്. അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന ഘടകങ്ങളും സംഭവങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് സീസൺ ഓൾറെഡി അവസാനിക്കാൻ പോവുകയാണ്. മെയ് ലാസ്റ്റ് വീക്കോടുകൂടി എല്ലാ റിസൾട്ടുകളും വന്നു കഴിയും. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ ഏകദേശം 500ഓളം കമ്പനികളുടെ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, വല ഇലക്ട്രിക്, JSW സിമെൻറ്റ്, ഭാരത് ഇലക്ട്രോണിക്സ്, BPCL, ലെൻസ്കാർട്ട്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, LIC, ITC, നൈക്ക തുടങ്ങിയ സ്റ്റോക്കുകളും
റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതാത് സെക്ടറുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡൊമസ്റ്റിക് മാക്രോ ലെവലിൽ ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫ്ലാഷ് PMI ഡാറ്റ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സർവീസ് മേഖലയിലുള്ള മെയ് മാസത്തിലെ വളർച്ച സൂചിപ്പിക്കുന്ന പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയാണിത്. ഇത് മെയ് 21 പുറത്തുവിടുക. ഇത് കൂടാതെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസന മേഖലയിലെ കോർ സെക്ടർ ഔട്ട്പുട്ടും, അപ്പോൾ അതിൻ്റെ ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ടും മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്കണോമി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ദിശാസൂചികളായിട്ട് നിൽക്കുന്ന ഡാറ്റകളായിരിക്കും. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് ഗ്ലോബലായിട്ട് വാച്ച് ചെയ്യപ്പെടുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് NVIDIAയുടെ റിസൾട്ടാണ്. അപ്പോൾ മെയ് 20 പുറത്തു വരുന്ന അമേരിക്കൻ ടെക് ജയൻ്റ് NVIDIAയുടെ റിസൾട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ ഡിമാൻഡ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ IT സ്റ്റോക്കുകളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഇതേപോലെ തന്നെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള US ഫെഡ് മീറ്റിങ്ങിൻ്റെ ആ ഒരു മിനിറ്റ്സ്, അതിൻ്റെ കഴിഞ്ഞ മാസത്തെ ആ ഒരു മിനിറ്റ്സ് ഈ ആഴ്ചയാണ് പുറത്തു വിടുക. അപ്പോൾ അവിടെ ആ FOMC മീറ്റിങ്ങിലുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ് അമേരിക്കൻ എക്കണോമിയെക്കുറിച്ചും അതിൻ്റെ ഫ്യൂച്ചർ റേറ്റ് കട്ട് സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നതെന്നും അവിടെ ആരൊക്കെയാണ് യോജിച്ചതെന്നും വിയോജിച്ചതെന്നുമുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു മിനിറ്റ്സിൽ നിന്നാണ് ലഭിക്കുക. അത് തീർച്ചയായിട്ടും US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു കൃത്യമായ പിക്ചർ നമുക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം FIIസിൻ്റെ നിലപാട് നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം ലാസ്റ്റ് 2 ട്രേഡിംഗ് ഡേയിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതവർ തുടരുമോ ഇല്ലയോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും, അതുപോലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എത്രത്തോളം ഇനി ഇടിയും എന്നതൊക്കെ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും. ഇനി നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ Nifty 50യുടെ ആ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഷ്യസ്, അതേപോലെ റേഞ്ച് ബൗണ്ട്, ഈ ഒരു ഡെഫിനിഷനിൽ വരുന്ന ഒരു മൂവ് ആയിരിക്കും ഒരു പക്ഷേ നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയിലുണ്ടായ കറക്ഷൻസും അതുപോലെ വീക്ക്ലി ക്യാൻഡിലിൽ കാണുന്ന ബിയറിഷ് ക്യാൻഡിലും അത് സൂചിപ്പിക്കുന്നത് ബിയേഴ്സ് മാർക്കറ്റിൽ മെല്ലെ ആധിപത്യം നേടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളിൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനത്തെ ട്രേഡിംഗ് ഡേയിൽ 23,643 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതൊരു ബാറ്റിൽ സോൺ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലെ ഡെറിവേറ്റീവ് ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 23,500 ശക്തമായ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിർണായക സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ നിന്നേക്കാം. എന്നാൽ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ലെവൽ 23,400 അപ്പോൾ ഈ ഒരു ലെവലിനുള്ളിൽ നിഫ്റ്റി പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് 23,700, 23,820 എന്ന മേഖലകളാണ്, എന്ന ലെവലുകളാണ്. അപ്പോൾ അവിടെ പുതുതായിട്ട് കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളതിനാൽ മാർക്കറ്റ് ഉയരുമ്പോൾ തീർച്ചയായിട്ടും വൻതോതിലുള്ള ബിയേഴ്സിൻ്റെ വിൽപ്പന സമ്മർദ്ദം അവിടെ ഉണ്ടായേക്കാം. അപ്പോൾ ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 23,400 23,800 ഇടയിൽ നിഫ്റ്റി ചാഞ്ചാടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളതെങ്കിലും 23,400 താഴെ പോകാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇന്ത്യ വിക്സ് നിലവിൽ 18 എന്ന ഉയർന്ന നിലവാരത്തിലാണുള്ളത്. അപ്പോൾ വിക്സ് ഈ 18 മുകളിൽ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ ഷാർപ്പ് സ്വിങ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.